ഹായ് ഫ്രണ്ട്സ്, ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഒണിക്സിൻ്റെ 32 ഇഞ്ച് LED ടി വിയാണ്. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, ബാക്ക് ലൈറ്റ് കംപ്ലൈൻറ്റ് വരുന്നു എന്നുള്ളത്. അപ്പോൾ അത് നമ്മളത് അത് നമുക്ക് കോമൺ ഫോൾട്ടാണ് അത് വരുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് റിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കംപ്ലൈൻറ്റ്സ് ആണ് ഇത്. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ബാക്ക് കവർ എല്ലാം റിമൂവ് ചെയ്യുകയാണ്. ബാക്ക് കവർ റിമൂവ് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ സെൻസർ കേബിളും സ്പീക്കർ കേബിളും എല്ലാം AC കോഡും എല്ലാം റിമൂവ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ പാനൽ ഫ്രെയിമിൻ്റെ സ്ക്രൂസ് ഉണ്ട്, അത് അഴിച്ചെടുക്കണം. അത് ഫുള്ളായിട്ട് അഴിച്ചെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ഇത് പാനൽ അടിച്ച ശേഷം നമ്മളിത് ബാക്ക് ലൈറ്റ് മാറാനായിട്ട്. അതിനായിട്ട് പാനൽ ഫ്രെയിമിൻ്റെ ഓരോ സ്ക്രൂസും കൃത്യമായിട്ട് നമ്മൾ അഴിച്ച് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ പാനലിൻ്റെ LVDS കേബിൾ റിമൂവ് ചെയ്യുകയാണ്. അതിനുശേഷം എന്നിട്ട് സ്കെയിൽ PCB എല്ലാം ഊരിയെടുത്ത ശേഷം നമ്മൾ TV തിരിച്ച് വെച്ച ശേഷമാണ് ആ ഫ്രെയിം നമ്മൾ ലോക്ക് ഓപ്പൺ ചെയ്ത് അത് ഊരിയെടുക്കാൻ പോകുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ലോക്ക് കൃത്യമായിട്ട് നോക്കിയ ശേഷം കൃത്യമായിട്ട് അത് റിമൂവ് ചെയ്തെടുക്കണം. അല്ലാതെ അത് പ്രസ് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ക്രീൻ പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനുശേഷം നമ്മളത് വളരെ സൂക്ഷ്മതയോടുകൂടി വേണം ആ പാനൽ നമ്മൾ അഴിച്ചെടുക്കാനായിട്ട്. പാനൽ അഴിച്ചെടുത്ത ശേഷം ഒരു സേഫായിട്ടുള്ള ഇതിൽ നമ്മൾ ഇത് വെക്കേണ്ടതാണ്. അതിനുശേഷം വേണം നമ്മൾ അതിൻ്റെ ഇന്നർ ഫ്രെയിം ഉണ്ട്, ഇന്നർ ഫ്രെയിം അത് റിമൂവ് ചെയ്തെടുക്കണം. ഇന്നർ ഫ്രെയിം നമ്മൾ റിമൂവ് ചെയ്ത ശേഷം വേണം നമ്മൾ അതിൻ്റെ ബാക്ക് ലൈറ്റ് മാറാനായിട്ട്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ആ ഡിഫ്യൂസർ ഷീറ്റ് അഴിച്ച് മാറ്റി വെക്കേണ്ടതാണ്. ഡാമേജ് ഒന്നും ഉണ്ടാവാതെ തന്നെ ഡിഫ്യൂസർ ഷീറ്റ് അഴിച്ച് മാറ്റണം. അതിനുശേഷം വേണം ഇതാണ് നമ്മുടെ ബാക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്ത ശേഷം വേണം നമ്മൾ ആ ഇന്നർ ഷീറ്റ് അഴിച്ചെടുക്കാനായിട്ട്. അഴിച്ച ശേഷം വേണം നമുക്ക് ബാക്ക് ലൈറ്റ് ടെസ്റ്റർ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം നമുക്ക് ബാക്ക് ലൈറ്റ് പുതിയതായി നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം അതിനകത്തോട്ട് വരുന്ന കണക്ഷൻ എല്ലാം റിമൂവ് ചെയ്യണം പൂർണ്ണമായിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് ലൈറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് സപ്ലൈസ് റിട്ടേൺ കയറിയിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഒണിക്സിൻ്റെ വരുന്ന ബാക്ക് ലൈറ്റ്. സെയിം സാധനമാണ്, ഒരു മാറ്റമില്ല. നമുക്കിതിനകത്ത് ഡയറക്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. സെയിം ബാക്ക് ലൈറ്റ് തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്ക് സ്പെയർ പാർട്സ് എല്ലാം ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്കൊരു ചെറിയൊരു ഷോപ്പ് കൂടെ ഉണ്ട് സ്പെയർ പാർട്സിൻ്റെ. ഇങ്ങനെയുള്ള LED സംബന്ധമായ എല്ലാ സ്പെയറുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ബാക്ക് ലൈറ്റ് സെയിം ബാക്ക് ലൈറ്റ് നമുക്ക് മാറ്റാം. അതിനായിട്ട് നമ്മളത് കണക്ട് ചെയ്ത് റിമൂവ് ചെയ്യുകയാണ് പൂർണ്ണമായിട്ടും. അതിൻ്റെ കേബിളും എല്ലാം പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യുകയാണ്. നമുക്ക് അതിന് മുന്നാടിയായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബാക്ക് ടെസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യാം. നമുക്കിതിപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന ബാക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. രണ്ട് ബാക്ക് ലൈറ്റും പൂർണ്ണമായിട്ടും പോയതാണ്. എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷമായ സെറ്റാണെന്ന് തോന്നുന്നു. ബാക്ക് ലൈറ്റ് പൂർണ്ണമായിട്ടും പോയതാണ്. അപ്പോൾ അത്യാവശ്യം യൂസുള്ള TV ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ബാക്ക് ലൈറ്റ് പൂർണ്ണമായിട്ടും പോയത്. ഒരെണ്ണം പോലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു സിംഗിൾ ബാക്ക് ലൈറ്റ് മാത്രമായിട്ട് മാറാനും പാടില്ല. മാറിക്കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ബാക്ക് ലൈറ്റ് പൂർണ്ണമായിട്ടും അഴിച്ച് മാറാം. നമുക്ക് അതിനായിട്ട് പഴയ ബാക്ക് ലൈറ്റെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത ശേഷം നമ്മൾ എടുത്ത് വെച്ച പുതിയ ബാക്ക് ലൈറ്റ് നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ കണക്ടർ കൃത്യമായി കണക്ട് ചെയ്യണം. കണക്ടർ വളരെ കൃത്യതയോടുകൂടി തന്നെ അത് കണക്ട് ചെയ്യണം. എന്നിട്ട് ലൂസ് കോൺടാക്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം നമുക്കിത് തിരിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് അഴിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മളിത് പൂർണ്ണമായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഇതിലേക്ക് കടക്കാവുള്ളൂ.
അപ്പോൾ അടുത്ത കേബിൾ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അടുത്ത കണക്ടർ നമ്മുടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഷീറ്റ് ഇടുകയാണ്. ഷീറ്റ് ഇട്ട ശേഷം നമ്മൾ അതിൻ്റെ സ്ക്രൂസ് എല്ലാം സ്ക്രൂസ് എല്ലാം നമ്മൾ ഇടുകയാണ്. പൂർണ്ണമായിട്ടും എല്ലാം ഫിറ്റ് ചെയ്തപ്പോൾ പൂർണ്ണമായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാറ്ററി ടെസ്റ്റ് ചെയ്തു. ഇപ്പോൾ ക്ലിയറായി കത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ പ്രോബ്ലം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിനകത്ത് അതിൻ്റെ ഡിഫ്യൂസർ ഷീറ്റും എല്ലാം ഇട്ട് പൂർണ്ണമായിട്ട് പാക്ക് ചെയ്യേണ്ടതുണ്ട്. പാക്ക് ചെയ്ത ശേഷം വേണം നമുക്ക് പാനൽ ഇതിനകത്ത് വെക്കാനായിട്ട്. പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഫ്രെയിമൊക്കെ വളരെ കൃത്യതയോടുകൂടി വേണം നമ്മൾ ആ ഇന്നർ ഫ്രെയിം നമ്മൾ ഇതിനകത്ത് ഇടാനായിട്ട്. അതിന് ശേഷം വേണം നമ്മൾ ഈ പാനൽ പുതിയ പാനൽ അയച്ചു വെച്ചേക്കുന്ന പാനൽ നമ്മൾ ഇതിനകത്ത് ഇടാനായിട്ട്. നമ്മുടെ പാനൽ ഇടുകയാണ്. ഇതിനകത്ത് വന്നേക്കുന്ന പാനലെന്ന് പറഞ്ഞാൽ നല്ല ഗുഡ് ക്വാളിറ്റി പാനലാണ്, BOE പാനലാണ്. നമ്മൾ വലിയ ബ്രാൻഡഡ് ടി വിയിലൊക്കെ വരുന്ന അതേപോലത്തെ നല്ല ഗുഡ് ക്വാളിറ്റി പാനൽ തന്നെയാണ് ഇതിനകത്തും വന്നിരിക്കുന്നത്. BOE പാനലെന്ന് പറയും. അത്യാവശ്യം ലൈഫ് കിട്ടുന്ന പാനലാണ്. നമുക്ക് അത് മാത്രമല്ല, എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ സർവീസ് ചെയ്ത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പാനൽ തന്നെയാണത്. അപ്പോൾ നമ്മളിപ്പോൾ TV ഓൺ ആക്കിയിട്ടുണ്ട്. TV ഇപ്പം ഓക്കെയാണ്. TVയുടെ പ്രോബ്ലംസ് എല്ലാം പൂർണ്ണമായിട്ടും ഏകദേശം മാറിയിട്ടുണ്ട്. ഇപ്പം സെറ്റ് ഓക്കെയാണ്. ഓക്കെ, ബൈ.